മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. നവകേരളത്തിനായി ജനകീയാസൂത്രണം എന്ന സന്ദേശമുയർത്തി അങ്കമാലി നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ച് വികസന സെമിനാർ സംഘടിപ്പിച്ചു. 2024-25 വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിന് ജനപിന്തുണ ആർജിക്കുന്നതിനായാണ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വനിതാ ശിശു വയോജനക്ഷേമം, തരിശുനിലങ്ങളെ കൃഷിയോഗ്യമാക്കൽ, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന പ്രോജക്റ്റുകൾ തുടങ്ങി വിവിധ രംഗങ്ങളിൽ അങ്കമാലി നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ വികസന സെമിനാറിൽ ചർച്ചയായി. റോജി എം ജോൺ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാർ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമസഭകളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കരട് വികസന രേഖ ഇവിടെ സമർപ്പിക്കപ്പെടുകയും അത് ചർച്ച ചെയ്ത് അതിന് ഒരു അന്തിമ രൂപം നൽകി അടുത്ത വർഷത്തെ പദ്ധതികളുടെ ഒരു രൂപീകരണമാണ് ഇന്നിവിടെ നടക്കപ്പെടുന്നത്. ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ഒക്കെ തിരക്കുകളിലാണ് എല്ലാവരും എങ്കിലും ഈ വികസന സെമിനാറിന്റെ ഭാഗമാകുവാനായി ഇത്രയേറെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത് എല്ലാവരുടെയും പങ്കാളിത്തം ഈ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ജനകീയാസൂത്രണത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നത് പദ്ധതികൾ രൂപീകരിക്കുന്നതും തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പരിപാടികൾ തയ്യാറാക്കുന്നതിലും താഴെത്തട്ടിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമസഭകൾ കൂടി ഇത് ചർച്ച ചെയ്യുന്നതും ഇവിടെ നഗരസഭയിൽ അത് അവതരിപ്പിക്കുന്നതും അന്തിമമായിട്ട് ഇവിടുത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിന് പദ്ധതിക്ക് രൂപം നൽകി അതിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രവർത്തന പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നു. എന്തായാലും അങ്കമാലി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാണ് ഒരു നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ MC ദിലീപ് കുമാർ വികസന രേഖ പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാസ്റ്റിൻ D പാറയ്ക്കൽ, സാജു നെടുങ്ങാടൻ, ലിസി പോളി, ലക്സി ജോയ്, റോസിലി തോമസ്, പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ്, വാർഡ് കൌൺസിലർമാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ചകളും നടന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MB ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. അങ്കത്തട്ടിൽ അടർക്കലി ഇവൾ അമ്പിൻ തുമ്പിൽ ചുണപ്പുലി അങ്കത്തട്ടിൽ കരുത്തെഴും വമ്പിൻ കൊമ്പിൽ നിലാവൊളി അങ്കത്തട്ടിൽ അടർക്കലി ഇവൾ അമ്പിൻ തുമ്പിൽ ചുണപ്പുലി. പെൺകരുത്തിന് പൊൻകരുതൽ അഭിഷേകം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, PA കുര്യാക്കോസ് ടവർ, സെൻട്രൽ ജംഗ്ഷൻ, അങ്കമാലി.